ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ദേശീയ അവാർഡ് നേട്ടത്തിൽ മമ്മൂട്ടി. ഇന്നലെ വന്ന വാർത്തകൾ നമുക്കെല്ലാവർക്കും അറിയാം. 4-ാം തവണയും ദേശീയ പുരസ്കാരം മമ്മൂട്ടി കൈക്കലാക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ഉറപ്പാകുന്നു. ഒരു കാര്യം അല്ലെങ്കിൽ പല റെക്കോർഡുകളും മാറിമറിയുന്നു. ഇതുവരെ കമലഹാസനും മമ്മൂട്ടിയും 3ഓളം നാഷണൽ അവാർഡുകൾ നേടി ഒരുമിച്ചായിരുന്നുവെങ്കിൽ ഇന്ന് കമലഹാസനെ പിന്നിലാക്കി മമ്മൂട്ടി മുന്നോട്ട് കുതിക്കുകയാണ്. ഒരുപക്ഷേ മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അഭിനയത്തിന് അവാർഡ് ജൂറി മെമ്പേഴ്സ് കൂച്ചുവിലങ്ങിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഇതുവരെയുള്ള നടന്മാരെല്ലാവരും ചേർന്ന് അല്ലെങ്കിൽ അവരുടെ മാക്സിമം കിട്ടിയ നാഷണൽ അവാർഡിന് മുകളിൽ കൂട്ടിച്ചേർത്താൽ അത് മമ്മൂട്ടിക്ക് ലഭിച്ചേനേയും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് കാണാം 30 തവണയ്ക്ക് മുകളിലാണ് മമ്മൂട്ടി ദേശീയ പുരസ്കാരത്തിൻ്റെ റൗണ്ടിൽ എത്തിയിട്ടുള്ള എന്നുള്ള കാര്യങ്ങളിൽ. അതിൽ തന്നെ നമുക്ക് കഴിഞ്ഞ 25 വർഷങ്ങൾ നോക്കിയാൽ 10-ലേറെ തവണ മമ്മൂട്ടി അതിന് യോഗ്യനായിരുന്നു, അതിൽ 5-ലേറെ തവണ അർഹനായിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. ഇക്കുറി നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം, കമലഹാസൻ്റെ മുകളിലേക്ക് മമ്മൂട്ടി എത്തിയിരിക്കുന്നു. കാലങ്ങളായി അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ അല്ലെങ്കിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. വേറെയൊന്നുമല്ല, കമലഹാസൻ്റെ മുകളിലേക്ക് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടി കമലഹാസനേക്കാളും മികച്ചു നിൽക്കുന്നു എന്നുള്ളത് അത് വെറുതെ പറഞ്ഞ കാര്യങ്ങളല്ല. നമുക്കറിയാം, ഉലകനായകൻ കമലഹാസൻ അഭിനയത്തിൻ്റെ എല്ലാ രീതിയിലും പൂർണ്ണ രൂപമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എത്ര ഇൻബോൺ ടാലൻ്റ് ഉള്ള ഒരു ആക്ടറാണ് കമലഹാസൻ. ഒരിക്കലും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒരുമിച്ച് നിന്നാൽ പോലും കമലഹാസനൊപ്പം എത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞ കഥകളാണ്. അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിൽ അദ്ദേഹം ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ പിന്നീടുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് അത് പൊടി തട്ടിയെടുക്കാനോ അതൊന്നും പ്രകടനമാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്തമാകുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് ആദ്യം കമലഹാസന് പിന്നെ നടന്ന ആളാണ് മമ്മൂട്ടി. കമലഹാസൻ്റെ സിനിമകൾ കണ്ട് മമ്മൂട്ടി അവാർഡ് എന്നൊക്കെ കേൾക്കുന്നതിന് മുമ്പ് 3 ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാണ് കമലഹാസൻ എന്ന് തന്നെ പറയാം. പിന്നീടാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ ഇവിടെ അവാർഡ് ലഭിക്കുന്നത്. പക്ഷേ കാലം അങ്ങനെ കടന്നു പോകുമ്പോഴും എല്ലാം നമുക്ക് ഓർമ്മകളിൽ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇന്ന് എങ്ങനെയാകും എന്നുള്ളതാണ്. അതാണ് മമ്മൂട്ടിയിൽ നിന്ന് ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ മമ്മൂട്ടി ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നതിൻ്റെ പ്രധാന കാരണവും. ഇവിടെ 2000-ന് ശേഷമുള്ള കഥകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഏകദേശം സമാന പ്രായക്കാരാണ് ഇവരെല്ലാവരും. എന്നിരുന്നാലും ഇവരുടെ പ്രകടനങ്ങളും ഇവരുടെ സിനിമകളും നോക്കുമ്പോൾ ആദ്യമൊക്കെ കമലഹാസൻ ഉലകനായകൻ ആ റേഞ്ചിൽ നിന്നപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് വരുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞു. പല കാര്യങ്ങളുണ്ടാകാം അതിനകത്തിൽ. പ്രായമായിരിക്കാം, അല്ലെങ്കിൽ അതിനോടുള്ള സമീപനമായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യൻ്റേതായിട്ടുള്ള ഈഗോ, ഇതെല്ലാം ഇതിനകത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. പക്ഷേ മമ്മൂട്ടി എന്ന നടൻ ഓരോ ദിവസവും മികച്ച് മുന്നോട്ട് വരുന്നു. ഒരുപക്ഷെ തുടക്കത്തിൽ കമലഹാസൻ്റെ ഒന്നും പേരിനോടൊത്ത് ചേർത്ത് വായിക്കാൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു മമ്മൂട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ, സിനിമയുടെ ABCD അഭിനയത്തിൽ ഒരു തെളിവോ ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ ആദ്യ സിനിമ തൊട്ട് അങ്ങോട്ട് മുന്നോട്ട് അയാൾ മുന്നേറുന്ന കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പലപ്പോഴും അയാളുടെ ന്യൂനതകൾ നമ്മൾ കണ്ടതാണ്. അവിടെ അത് പലപ്പോഴും ആളുകൾ കളിയാക്കി വരുമ്പോൾ അത് കവർ ചെയ്തു പോകുന്ന ഒരു കാര്യവും അയാളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ മമ്മൂട്ടിയുടെ അഭിനയത്തിൽ കോമഡി വഴങ്ങില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് കോമഡിയിലൂടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച നടനായി മാറി മമ്മൂട്ടി. അതാണ് ആ ഒരു വ്യക്തിയുടെ പ്രത്യേകത, കഴിവ് എന്ന് പറയുന്നത്. ഒന്നിനും അതിനൊക്കെ അല്ലെങ്കിൽ പണ്ട് ഞാൻ ഭയങ്കര കോമഡി നടനായിരുന്നു, ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലല്ല മമ്മൂട്ടി പോകുന്നത്. മുന്നോട്ട് പോകുമ്പോഴെല്ലാം മികച്ച പ്രകടനവുമായി പോകുന്നു. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഇന്ന് മമ്മൂട്ടിയോടൊപ്പം പിടിച്ചു നിൽക്കാൻ ആരുമില്ല. പഴയ തലമുറയിലുമില്ല, ഇന്നത്തെ തലമുറയിലും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. മമ്മൂട്ടിയെക്കാളും മികച്ച നടന്മാർ ഇവിടെ ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. അവരൊക്കെ ഒരുപക്ഷെ മമ്മൂട്ടിയെക്കാളും മികച്ച നടന്മാരുമുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് ആഗ്രഹത്തോടെ അർപ്പണബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏക വ്യക്തി മമ്മൂട്ടി മാത്രമാണ്. ഇന്ന് 4ാം നാഷണൽ അവാർഡ് നേടുമ്പോൾ കമലഹാസൻ്റെ 3 നാഷണൽ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ച വർഷം 3-ാം പിറ എന്ന ചിത്രം 1982, നായകൻ 1987, ഇന്ത്യൻ 1996. മമ്മൂട്ടിക്ക് ഒരു ദേശീയ പുരസ്കാരമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് 2 തവണ ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാണ് കമലഹാസൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു വടക്കൻ വീരകഥയ്ക്കും മതിലുകളിലും മമ്മൂട്ടി നാഷണൽ അവാർഡ് നേടുന്നത് 1989-ലാണ്. വിധേയനും പൊന്തന്മാടിയിലൂടെ 93-ലാണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാം. പിന്നെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിലൂടെ നേടുന്നത് 98-ലാണ്. പ്രേമയുഗം അങ്ങനെ 4-ാം തവണ 72-ാമത് ദേശീയ പുരസ്കാരത്തിലെത്തുമ്പോൾ ഏറെ നമുക്ക് മമ്മൂട്ടി മുന്നോട്ട് പോയിരിക്കുന്നതായി കാണാം. അതായത് പറഞ്ഞതുപോലെ തന്നെ കമലഹാസൻ്റെ പിന്നാലെ നടന്ന് കമലഹാസനൊപ്പം നടന്ന് ഇന്ന് കമലഹാസൻ്റെ മുന്നിൽ നടക്കുന്ന
മമ്മൂട്ടി നമുക്ക് കാണാം. എല്ലാ രീതിയിലും ഇന്ന് കമലഹാസൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്ന മമ്മൂട്ടി, അതെ അതുതന്നെയാണ് ആ ഒരു യാത്രയുടെ അല്ലെങ്കിൽ ആ ഒരു ജേണിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 2000 മുതലുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ഏകദേശം 13-14 സിനിമകൾ തന്നെ ഉണ്ട് ദേശീയ പുരസ്കാരത്തിന് അർഹമായിരുന്നത്. അതിൽ തന്നെ നമുക്കറിയാം 4-5 തവണ അദ്ദേഹത്തിന് ഫൈനൽ റൗണ്ടിൽ ഉറപ്പായിരുന്നു, ജൂറി നൽകിയില്ല എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ 4 വർഷം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ദേശീയ പുരസ്കാരം കിട്ടാൻ ഏറെ അർഹമായിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ അദ്ദേഹം ഡെഫിനറ്റായിട്ട് ലഭിക്കേണ്ട വ്യക്തിയായിരുന്നു എന്നുള്ളതും. നമുക്ക് ബാബാ സാഹേബ് അംബേദ്കർ കഴിഞ്ഞാൽ പിന്നെ 2004 കാഴ്ചയിലൂടെ മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരത്തിനുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പായതാണ്. പക്ഷേ അവിടെയൊക്കെ പോകുന്ന കാര്യങ്ങൾ കണ്ടു. കമലഹാസൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2000-ന് ശേഷം അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ആളവന്താൻ എന്ന ചിത്രവും അൻപേ ശിവവും വിരുമാണ്ടി എന്നുള്ള ചിത്രവുമാണ്. അതിനുശേഷമൊന്നും അദ്ദേഹത്തിൻ്റെ നല്ല ഒരു സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഏകദേശം 2009 ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ലെവലിൽ വന്ന ഒരു ചിത്രമെന്നാണ് ഉന്നയിപ്പോൾ ഒരുവൻ എന്നത്. പിന്നീട് ഒരു സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് ഉപയോഗിച്ച് അത്ര പീക്കിൽ നിൽക്കുന്ന ഒരു ഇൻബോൺ ആക്ടറിന് ഉള്ള കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു സിനിമയും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ആരും പിടിച്ച് കിട്ടിയിട്ടില്ല, ഒരു ഫാൻസും ആരും പിടിച്ച് കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആ റേഞ്ചിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വിശ്വരൂപം പോലെയുള്ള ബ്രഹ്മാണ്ഡ സംഭവങ്ങളുമൊക്കെയായി അദ്ദേഹം വന്നിരുന്നു. പക്ഷേ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിലെ നടനെ ഉണർത്തുന്നതൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അവസാനം വിക്രം വന്ന് കോടികൾ വാരിയപ്പോഴും അല്ലെങ്കിൽ 100 കോടി കടന്നപ്പോഴും അത് അദ്ദേഹം എന്ന ആ ഒരു നടനെ അല്ലെങ്കിൽ ആ ആരാധകരെ പഴയ, അതായത് ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ വ്യക്തികളും ഒരു കമലഹാസൻ ആരാധികയായിരുന്നു എന്നുള്ളതാണ്. അതിലേക്കൊന്നും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അതായത് പണ്ടത്തെ നിഴലായി മാത്രം മാറുന്ന കമലഹാസനെ നമുക്ക് 2000-ന് ശേഷം കാണാൻ കഴിയുന്നു. ഇതുതന്നെയാണ് ഒട്ടുമിക്ക ഇൻബോൺ ടാലൻ്റ് ആക്ടേഴ്സിൻ്റെയും നമ്മുടെ ഗതികൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരൊക്കെ കൊമേഴ്ഷ്യൽ ഫിലിമിൽ വലിയ വലിയ രീതിയിലെത്തുമ്പോൾ മമ്മൂട്ടി കൊമേഴ്ഷ്യലും അതേപോലെ തന്നെ ആർട്ട് ലെവലിലുള്ള ചിത്രങ്ങളിലും മികച്ച പ്രകടനമുള്ള ചിത്രങ്ങളിലും മികച്ച് തന്നെ നിൽക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ കളിയാക്കി അല്ലെങ്കിൽ പലരും സീരിയസ് ആയും ഒക്കെ പറയുന്ന പോലെ തേച്ച് മിനുങ്ങുന്ന മമ്മൂട്ടിയെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുതന്നെയാണ് ഈ ഒരു 72ാം ദേശീയ പുരസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പകരം വെക്കാനില്ലാത്ത, സമാനതകളില്ലാത്ത കൊടുമൺ പോറ്റി, ഒരു കുറ്റവും ഒരു കുറവും കാണാൻ കഴിയാത്ത ലെവലിൽ അതെത്തുമ്പോൾ കൂടെ മറ്റൊരാൾക്ക് ദേശീയ പുരസ്കാരം കൊടുത്തു എന്നുള്ള കാര്യം ഒരിക്കലും അദ്ദേഹത്തെ അപമാനിക്കുന്നതോ മറ്റൊരാളെ അപമാനിക്കുന്നതോ കാര്യമായി എനിക്ക് ഫീൽ ചെയ്യാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അത് ഒരു മമ്മൂട്ടിയോ അല്ലെങ്കിൽ കൂടെ ദേശീയ പുരസ്കാരം കിട്ടിയോ ആളോ അല്ല അത് തീരുമാനിച്ചത്. അതെല്ലാം കുറച്ച് ആളുകൾ മാത്രമാണ്. ഒരുപക്ഷെ അവർക്കത് തൃപ്തികരമായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ശരിക്കും മമ്മൂട്ടിയെ അപമാനിച്ച കാഴ്ച അല്ലെങ്കിൽ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൻപകൽ നേരത്തെ മയക്കമോ പേരൻപാണ് മമ്മൂട്ടിയെ ശരിക്കും അപമാനിച്ച ഒരു ചിത്രമെന്ന് നമുക്ക് പറയാം. ഒരു മലയാളി ജൂറിയിലെത്തുകയും എന്നിട്ട് ആ സിനിമയെക്കുറിച്ച് അതായത് പ്രകടനമല്ല പറഞ്ഞത്, ആ സിനിമയുടെ ഇടയിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ലാഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സിനിമ കണക്റ്റായില്ല. മമ്മൂട്ടിയുടെ പ്രകടനത്തിന് ദേശീയ അവാർഡ് കൊടുക്കാത്തതിൽ പറഞ്ഞ ആ ഒരു കാര്യം, അതാണ് ഒരു മലയാളി മമ്മൂട്ടി എന്ന മഹാനടനെ അപമാനിച്ച ഏറ്റവും വലിയ കാര്യം. അതിനു മുമ്പ് നമുക്കറിയാം മറ്റൊരു സിനിമ, അത് നമുക്ക് ഏവർക്കും എന്നും വേദന നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് അമരം. 1990-കളിലെ ആ ഒരു മികച്ച ചിത്രത്തിൽ അരയന് സൗന്ദര്യം കൂടിപ്പോയി എന്ന കാര്യത്തിൽ ദേശീയ പുരസ്കാരം കൊടുക്കാതിരുന്ന കാഴ്ച. അപ്പോൾ അതൊക്കെയാണ് തീർച്ചയായും ഒരു നടനെ അപമാനിക്കുന്നത്. ഇന്ന് ഭ്രമയുഗത്തിന് കിട്ടുമ്പോൾ അത് ഇന്ന് മമ്മൂട്ടി എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടിയ പൊസിഷനിലാണ്. അതായത് കമലഹാസനെയും വെല്ലുവിളിച്ച് അല്ലെങ്കിൽ കടന്ന് ഇന്ന് അമിതാഭ് ബച്ചനൊപ്പം. ഒരുപക്ഷെ നമുക്കറിയാം അമിതാഭ് ബച്ചന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമാണ്. നമ്മൾ ഒരുപക്ഷെ മലയാളി ആയതുകൊണ്ടായിരിക്കാം നമുക്ക് തോന്നുന്നത്. പക്ഷേ ക്രെഡിറ്റ് എപ്പോഴും അവർക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും ഇവരുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന നടന്മാരാണ് ഇവരെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അങ്ങനെ കമലഹാസൻ്റെ മുകളിലേക്ക് പറന്നുയർന്ന മമ്മൂട്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടനായി മാറിയിരിക്കുന്നു എന്നല്ല, എന്നും അങ്ങനെ തന്നെയാണ്. അതിന് മുകളിലേക്ക് ഒരു പിടി കൂടി അദ്ദേഹം എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഓരോ പ്രേക്ഷകനും സന്തോഷിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.